ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 2 and 3 കംപ്ലീറ്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യാം, അത് ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യുന്നുണ്ട്, അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡപ്പ് വരെയും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ മൊഡ്യൂൾ 3 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യണത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിലാണ്. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ ടെക്നിക്സും ഉണ്ട്, നമുക്ക് മോഡേൺ ടെക്നിക്സും ഉണ്ട്. ട്രഡീഷണൽ ടെക്നിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് പേ ബാക്ക് പീരീഡ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്, അതുപോലെ തന്നെ ഏവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. മറ്റേ സൈഡ് നോക്കുകയാണെങ്കിൽ NPV നെറ്റ് പ്രസന്റ് വാല്യൂ, അതുപോലെ തന്നെ IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതുപോലെ തന്നെ നെക്സ്റ്റ് വരാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഇത്രയൊക്കെയാണ് രണ്ട് സൈഡിലും അണ്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസും വരുന്നുണ്ട്. അപ്പോൾ തിയറി ആയിട്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പാസ്സാവാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിലും നമ്മൾ എന്താണ് ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തേക്ക് നമുക്ക് പോവാട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ എ പ്രോജക്റ്റ് റിക്വയർസ് ഓൺ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ₹40,000. ഇറ്റ് ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് 10,000 പെർ ഇയർ. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ് ക്യാഷ് ഫ്ലോ ഈക്വൽസ്. നമ്മൾ പേ ബാക്ക് പീരീഡിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും നോക്കുകയാണെങ്കിൽ ഈക്വൽ ടു ഉണ്ടാവും ക്വസ്റ്റ്യൻസിൽ, അതുപോലെ തന്നെ അൺഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുക, പക്ഷേ ഡിഫറെൻറ്റ് മെത്തേഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേ ബാക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കാം. പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000ഉം അതുപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ 10,000 എന്നും പറയുന്നുണ്ട്. അത് രണ്ടും കൂടിയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേറ്റർ നോക്കുമ്പോൾ നമുക്ക് 4 കിട്ടും നമുക്ക് ആൻസർ. പിന്നെ ഒരു പ്രോബ്ലം വരുന്നതാണ് അൺഈക്വൽ ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ. നമുക്ക് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. അതിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഇയേഴ്സും ക്യാഷ് ഫ്ലോയും കൊടുത്തിട്ടുണ്ടാവും. നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 50,000. അതുപോലെ തന്നെ അതിൻ്റെ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട് 1, 2, 3, 4 അങ്ങനെ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ പറയണത് 10,000 ഓരോ ഇയറിലും. സെക്കൻഡ് ഇയറിൽ 50,000, അതുപോലെ തന്നെ 3 വർഷമാകുമ്പോൾ 20,000, അതുപോലെ തന്നെ 4 ഇയർ ആകുമ്പോൾ 10,000 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ അൺഈക്വൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്യുമുലേറ്റീവ്സ് കാണണം. ക്യുമുലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ 10,000 തന്നെ എടുത്ത് എഴുതാം. സെക്കൻഡ് നമ്മൾ ഇതേപോലെ ചെയ്യണ പോലെ തന്നെ 10,000 പ്ലസ് 15,000 അത് ചെയ്യുമ്പോൾ നമുക്ക് 25,000 കിട്ടും. അതും 20,000 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 45,000 കിട്ടും. 45,000 പ്ലസ് 10,000 ഇസ് ഈക്വൽ ടു 55,000 എന്നും കിട്ടും നമുക്ക്. അപ്പോൾ ഏകദേശം അറിയാൻ ഒരു 3 ഇയർ അല്ലെങ്കിൽ 4 ഇയറിൽ എടുക്കുമ്പോൾ ഈ ഒരു ടൈം പീരീഡ് കിട്ടും. അപ്പോൾ ബിറ്റ്വീൻ ഈ 3 വർഷത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക. 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് 55,000 നമുക്ക് ഏകദേശം കിട്ടും. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആൻസർ കിട്ടും. അങ്ങനെയായിരിക്കണം നമ്മൾ ഈ അൺഈക്വൽ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വരുന്നതാണ് ARR. ARRൻ്റെ ഇക്വേഷൻ ഉണ്ട് × 100. അതിനെന്തെന്നും പറയും? റേറ്റ് ഓഫ് റിട്ടേൺ എന്നും പറയും. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 50,000, അതുപോലെ തന്നെ ലൈഫ് 5 ഇയർ, അതുപോലെ തന്നെ ആനുവൽ പ്രോഫിറ്റ് 10,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ നമുക്ക് തന്ന ഇക്വേഷൻസ് നമ്മൾ ഇക്വേഷനിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 തന്നിട്ടുണ്ട്. നമുക്ക് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കാണാൻ എന്ത് ചെയ്യണം? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. എന്നിട്ട് നേരെ നമ്മൾ എന്താക്കണം? ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് 40% ആൻസറും കിട്ടും. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എ പ്രോജക്റ്റ് റിക്വയേഴ്സ് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ്
rupees 60,000, it is expected to generate an annual profit of 12,000 for 5 years. Calculate ARR. ഇത് ARR ബേസ്ഡ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതി വെക്കാം. ഇപ്പം ഇക്വേഷൻ നമുക്ക് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത് അത് ജസ്റ്റ് വെറുതെ എഴുതിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നേരെ ആ ഇക്വേഷനിൽ നേരെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫൈനൽ ആൻസർ 40% ആയിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നതാണ് മോഡേൺ ടെക്നിക്സിൽ. മോഡേൺ ടെക്നിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് NPV അതുപോലെ തന്നെ PIയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. NPV സെയിം ഇക്വേഷൻ തന്നെ, അതിൽ മൈനസ് ഇതിൽ ഡിവൈഡഡ്, അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ഓർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ കുറച്ച് ഡിസിഷൻ റൂള് പറയുന്നുണ്ട്. അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ അത് റിജക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ PI = 1 ആണെങ്കിൽ അത് ഇൻഡിഫറൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ്, അപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂളായ മൊഡ്യൂൾ 2ലേക്ക് പോകാൻ പോവുകയാണ്. മൊഡ്യൂൾ 3 നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിലാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് നമ്മുടെ മെയിൻ ടോപ്പിക്. അതിൽ 2 അണ്ടർ സെക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റും വരുന്നുണ്ട്. ഇറഡീമബിൾ ഡെപ്റ്റിന് നമ്മൾ പെർപെക്ച്വൽ ഡെപ്റ്റ് എന്നും കൂടെ പറയും. അതുപോലെ തന്നെ ടൈം മെച്യൂരിറ്റി നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല ഇറഡീമബിളിൽ. അതുപോലെ തന്നെ ഞാൻ ഈ സർക്കിൾ ചെയ്തേക്കണ ഇക്വേഷൻസ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ബിഫോർ ടാക്സും ഉണ്ട്, ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻസും ഉണ്ട്. പിന്നെ വരുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സാണ്, ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും മിക്സാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇക്വിറ്റി ഷെയർസ്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, അതൊക്കെ വരുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചേഴ്സിൻ്റെ അണ്ടറിൽ. അപ്പോൾ KD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചറിനെ പറയുന്നതാണ് KD എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ അണ്ടറിൽ കോസ്റ്റ് ഓഫ് ഇറഡീമബിളും വരുന്നുണ്ട്, കോസ്റ്റ് ഓഫ് റെഡീമബിളും വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഇക്വേഷൻ വരുന്നുണ്ട് KP = DP ഡിവൈഡഡ് ബൈ NP × 100. അതുപോലെ തന്നെ സെയിം അതേ ഇക്വേഷൻസും വരുന്നുണ്ട്. എല്ലാ ഇക്വേഷൻസും കൂടെയും കാട്ടി ഞാൻ നിങ്ങളെ പേടിപ്പിക്കണില്ല. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് വരുന്നുണ്ട്. അതായത് എ ലിമിറ്റഡ് ഇഷ്യൂഡ് ₹1,80,000 ഡിബെഞ്ചർ അറ്റ് പാർ. ദ ടാക്സ് റേറ്റ് applicable to company as 50% compute cost of capital. ഇതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കാണാൻ പറഞ്ഞു തന്നേക്കണത്. 8% ഡിബെഞ്ചർ എന്ന് പറഞ്ഞ ഡെപ്റ്റ് ആണ് നമുക്കിവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ നമുക്ക് നേരത്തെ ഓൾറെഡി അറിയാം, KD = I / NP × 1 - T × 100. ആ ഇക്വേഷനിൽ നേരെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് 4% എന്ന് പറയുന്ന ആൻസർ കിട്ടും. നമ്മൾ ഇവിടെ മൊഡ്യൂൾ 3യും മൊഡ്യൂൾ 2വും കംപ്ലീറ്റ്ലി പ്രോബ്ലംസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ല, ക്വസ്റ്റ്യൻ നമുക്ക് ഹാർഡായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത് അത് ഡയറക്റ്റ് എടുത്തിട്ട് ഗിവൺ അല്ലെങ്കിൽ ഷോസ് ദാറ്റ് എന്നും പറഞ്ഞ് പോയിന്റ് വൈസ് എഴുതി കഴിഞ്ഞാലും നമുക്ക് അവിടെ 2 മാർക്ക് 3 മാർക്ക് കിട്ടും. ഇപ്പം 10 മാർക്സിൽ 2, 3 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.